കൽദായർ ശപിക്കപ്പെട്ടവരാണ് എന്നുള്ള വാദം ബൈബിളിന്റെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കുന്നത് തന്നെയാണ്. ദൈവം തന്റെ ദിവ്യ പദ്ധതികൾ പൂർത്തീകരിക്കാനായി തിരഞ്ഞെടുത്ത ജനതയെ ഉപയോഗിച്ചെങ്കിലും ചില സന്ദർഭങ്ങളിൽ ബാബിലോണിയരെയും കൽദായരെയും പോലുള്ള അന്യ ജനതകളെ പോലും തന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള ഉപകരണമായി നിയോഗിച്ചിട്ടുണ്ട്. അതിനാൽ ദൈവം നിയോഗിക്കുന്ന ഒരു സമൂഹത്തെ ആ ദൗത്യത്തിന്റെ പേരിൽ മന്ത്രവാദികളോ ദുഷ്ടരോ എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ റോമൻ സാമ്രാജ്യം ക്രൂശിച്ചതിന്റെ പേരിൽ റോമൻ സഭ ദുഷ്ടമാണ് എന്ന് പറയുന്നു. ബൈബിളിലെ കൽദായർ ഇന്നത്തെ കൽദായ കത്തോലിക്കരോ അല്ല, മറിച്ച് പഴയ ബാബിലോണിയൻ വംശമാണ്. ഇന്നത്തെ ചർച്ച് ഓഫ് ദ ഈസ്റ്റ് അവർക്ക് ലിറ്റർജിക്കൽ പൈതൃകത്തിലൂടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ദൈവം പലപ്പോഴും മനുഷ്യർ നിരസിച്ചവരെയാണ് തന്റെ പദ്ധതികൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. വിശ്വാസത്തിന്റെ പിതാവായ എബ്രഹാം തന്നെ വിളിക്കപ്പെട്ടത് ഊർ ഓഫ് ദി കൽദായൻസ് എന്ന കൽദായ ദേശത്ത് നിന്നവരാണ്. അതിനാൽ ഈ പാരമ്പര്യം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ പൈതൃകത്തിന്റെ തുടർച്ച എന്നോണം യേശു ക്രിസ്തു അബ്രഹാമിന്റെ സന്തതിയാണ്. അതായത് യേശുവിന്റെ മനുഷ്യ പൈതൃകത്തിന് കൽദായ വേരുകളുണ്ട്. ഇതിലുപരിയായി യേശു സംസാരിച്ചതും ദാനിയേലും എസ്രാവും ദൈവിക വെളിപ്പെടുത്തലുകൾ രേഖപ്പെടുത്തിയതും കൽദായ അസീറിയൻ പാരമ്പര്യത്തിൽ നിന്നുള്ള അറമായിക് ഭാഷയിലാണ്. അതിനാൽ കൽദായ ദേശക്കാരനായ അബ്രഹാമിലൂടെയും ആ പാരമ്പര്യമുള്ള ഭാഷ സംസാരിച്ച യേശുവിലൂടെയും വെളിവായ ദൈവിക പദ്ധതികളെയും പൈതൃകത്തെയും മന്ത്രവാദം എന്ന് വിളിക്കുന്നത് ദൈവത്തിന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന വഴിയെ തള്ളിക്കളയുന്നതിന് തുല്യം തന്നെയല്ലേ? കൽദായ പൈതൃകത്തെ നിരന്തരം ആക്ഷേപിക്കുന്ന ഇവർ പിന്നിൽ കേവലം അജ്ഞത മാത്രമല്ല, മറിച്ച് കത്തോലിക്ക സഭയുടെ മൗലികമായ ഐക്യത്തെയും പാരമ്പര്യത്തെയും തകർക്കാനുള്ള പദ്ധതിപരമായ അജണ്ടയായി മറഞ്ഞിരിക്കുകയാണ്. റോമുമായിട്ടുള്ള സുറിയാനി കൽദായ സഭയുടെ ആത്മീയ ഐക്യത്തോടുള്ള ആഴത്തിലുള്ള വിരോധമാണ് ഇതിന്റെ പ്രധാന കാരണം. എറണാകുളം അങ്കമാലി വിമതരുടെ ലക്ഷ്യം പാപ്പോയോടുള്ള അനുസരണയെയും സുറിയാനി കൽദായ പൈതൃകത്തെയും വേർതിരിക്കുക തന്നെയാണ്. യൂണിഫോം കുർബാനയുടെ കാര്യത്തിൽ പാപ്പായുടെ നിർദ്ദേശം പോലും അവർ എതിർത്തത് സാധാരണ അഭിപ്രായ വ്യത്യാസം മാത്രമല്ല, മറിച്ച് കാനൂനിക്കൽ അനുസരണത്തോടുള്ള തുറന്ന കലാപം തന്നെയാണ്. സ്വാദേശികത എന്ന വ്യാജ മുദ്രാവാക്യം ഉയർത്തി വിശുദ്ധ കുർബാനയെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാമോ അങ്ങനെ എല്ലാം ആക്ഷേപിച്ച് നൃത്തവും മന്ത്രവാദ കർമ്മങ്ങളും ഉൾപ്പെടുത്തി കലാപരിപാടിയാക്കി വിശ്വാസ പ്രമാണം നിർത്തലാക്കി അതിന്റെ ത്യാഗാത്മക സ്വഭാവം നശിപ്പിക്കാനും വിശുദ്ധ യാഗത്തെ ഒരു പൊതുസമ്മേളനമാക്കി മാറ്റാനുമാണ് ഇവരുടെ ശ്രമം. യേശുവിന്റെ ഭാഷയിലും അപ്പസ്തോലന്മാരുടെ ലിറ്റർജിയിൽ നിന്ന് നേരിട്ടുള്ള സുറിയാനി കൽദായ പൈതൃകത്തെ വിച്ഛേദിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ മാർത്തോമാ സ്ലീഹായുടെ പാരമ്പര്യത്തോടുള്ള ദ്രോഹമാണ്. ചില വിമതരുടെ ചരിത്രപരമായ വേരുകൾ മണിഗ്രാമത്തിൽപ്പെട്ടവരും വളരെ തിന്മയിൽ കഴിഞ്ഞ പാരമ്പര്യങ്ങളിലും പ്രാദേശിക മന്ത്രവാദ കർമ്മങ്ങളിലും ഉണ്ടായിരുന്നതിനാൽ ദൈവിക പാരമ്പര്യത്തോടുള്ള വിദ്വേഷവും ആത്മീയ അനുസരണത്തോടുള്ള എതിർപ്പും അവരിൽ സ്വാഭാവികമായി വളർന്നു വന്നു. അതുകൊണ്ടാണ് സഭയുടെ പരിശുദ്ധ പൈതൃകത്തെ അവർ പലതരത്തിൽ അവഹേളിക്കാൻ ധൈര്യം ലഭിക്കുന്നത്. ശരിയായ പാരമ്പര്യത്തെയും പിതൃത്വത്തെയും തിരിച്ചറിയാത്തവർ സഭയുടെ അപ്പസ്തോലിക പൈതൃകത്തെ അവഹേളിക്കുകയും മാർത്തോമാ സ്ലീഹയെ മറക്കുകയും ചെയ്യുന്നു. റോമിനെ ധിക്കരിച്ച് സീറോ മലബാർ സഭയുടെ ഈസ്റ്റ് സിറിയക് വേരുകൾ മുറിക്കുക, പാപ്പയുടെ സഭ എന്ന ബോധം തകർക്കുക, സ്വതന്ത്ര സഭ എന്ന ആശയം പ്രചരിപ്പിക്കുക എന്നിവയെല്ലാം ചേരുമ്പോൾ ഇത് വെറും തത്വപരമായ വിമർശനമല്ല, മറിച്ച് റോം ഈസ്റ്റ് സിറിയാക് ഐക്യം തകർക്കാനുള്ള മത രാഷ്ട്രീയ നീക്കമാണ്. എന്നാൽ കത്തോലിക്ക സഭയുടെ അപ്പസ്തോലിക പൈതൃകം ഒരു സത്യമാണ്. സുറിയാനി കൽദായ പൈതൃകം ജീവിക്കുന്ന അപ്പസ്തോലിക ആത്മാവാണ്. അതിനെ നിഷേധിക്കുന്നവർ സ്വന്തം വേരുകളെയാണ് നിഷേധിക്കുന്നത്. ദൈവത്തിന്റെ പൈതൃകം വിമതന്മാരുടെ കയ്യാൽ മുറിക്കപ്പെടുകയില്ല.